സാധാരണഗതിയിൽ ഇങ്ങനൊരു സംവാദം വന്ന ആദ്യം നമ്മൾ ഈ നഴ്സസിൻ്റെ അടുത്താണ് പോകുന്നത്. ഇന്ന് അങ്ങേടുത്ത് പോകാൻ കാരണമുണ്ട്. നിങ്ങളിൽ തൊമ്മൻ മുറിവും ചാണ്ടിയായും ചാണ്ടി മുറിവും തൊമ്മനായും എന്ന് പറയുന്ന രീതിയിൽ ഈ സമരം മുന്നോട്ട് പോവുകയായി. ഈ സമരം കാരണം കുറേ ബുദ്ധിമുട്ടുകൾ നമ്മുടെ രോഗികൾക്ക് ഉണ്ടാകുന്നുണ്ട്, ആശുപത്രികൾക്കും തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്, ഈ സമരം ചെയ്ത നഴ്സസിനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു വേവിട്ട് കണ്ടുപിടിക്കണം. എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇത് അവസാനിപ്പിക്കാൻ? അവസാനിപ്പിക്കുന്നതിന് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് നിയമപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ ഗവൺമെന്റ് ഇടപെടലുമാണ് അതിൽ ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം ചർച്ചയിലൂടെ കാര്യങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് മാർഗങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. ഈ പ്രാവശ്യത്തെ നഴ്സിംഗ് സമരത്തിൽ നമുക്ക് ഉണ്ടായൊരു പ്രയാസം ചർച്ചകളിലൂടെ അല്ല, ആദ്യം സമരത്തിലൂടെയാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നോട്ടീസ് തന്നിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയിരുന്ന ഫീഡ്ബാക്കുകളും അതുപോലെ തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നതും ഗവൺമെന്റ് മിനിമം വേതനം പുതുക്കണം എന്ന ആവശ്യത്തിൽ വെച്ചുകൊണ്ട് ഈ സമരം മുന്നോട്ടിറങ്ങുന്നത്. അപ്പൊ അവിടെ അതിൽ മറുപടി പറയേണ്ടതും അല്ലെങ്കിൽ അതിൽ ഇടപെടേണ്ടതും സർക്കാരാണ്. സർക്കാർ ഇടപെട്ടില്ലേ? 4-ാം തീയതിക്ക് ശേഷം അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കാര്യങ്ങൾ പോയപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കാർ 6-ാം തീയതി ഉള്ള നോട്ടീസ് വെച്ച് 7-ാം തീയതി പുതിയ മിനിമം വേതനം പരിഷ്കരണത്തിന്റെ ഡ്രാഫ്റ്റ് നോട്ടീസ് പുറത്തിറക്കുകയുണ്ടായി. അത് നഴ്സുമാരുടെ സാലറി മാത്രമല്ല, ഹോസ്പിറ്റൽ മേഖലയിലുള്ള എല്ലാ ജീവനക്കാരുടെയും സാലറിയാണ് അതിൽ റിവിഷൻ വരിക. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ ആണ്. അതെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിന്റെ. അപ്പൊ ആ സാലറി റിവിഷൻ വന്ന് അത് പുറത്ത് ഇറങ്ങിയ ശേഷവും പിന്നീടും ഈ സമരം തുടരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോഴാണ് പിന്നെ ചർച്ചയുടെ കാര്യം വരുന്നത്. അപ്പോൾ അതിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ മറ്റ് സമാനമായ സംഘടനകളുമായി കൂടിയാലോചിച്ച് അത് സർക്കാർ ഓൾറെഡി ഒരു മിനിമം വേതനം പുതുക്കി അതിന്റെ നടപടികൾ തുടങ്ങിയ സ്ഥിതിക്ക് അത് നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ നിൽക്കുകയാണ് ചെയ്തത്.